കോട്ടയം മണ്ഡലത്തിലെ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ തോമസ് ചാഴിക്കാടന് ജയസാധ്യത. പൊതുവെ UDF മണ്ഡലം എന്ന് വിലയിരുത്തുമ്പോൾ പോലും കോട്ടയത്ത് മുന്നിൽ നിൽക്കുന്നത് ചാഴിക്കാടൻ തന്നെ. കൊട്ടിഘോഷിച്ച് ഇടുക്കിയിൽ നിന്നും ജോസഫ് വിഭാഗം ഇറക്കുമതി ചെയ്ത ഫ്രാൻസിസ് ജോർജ് കോൺഗ്രസിന് പോലും താല്പര്യമുള്ള നേതാവല്ല എന്നതാണ് UDF സ്ഥാനാർത്ഥിക്ക് ദോഷമാകുന്ന ഘടകം. കോൺഗ്രസ് പാർട്ടിയിൽ അച്ചു ഉമ്മൻ മുതൽ നാട്ടകം സുരേഷ് വരെയും സീനിയർ നേതാക്കളിൽ KC ജോസഫ് മുതൽ ജോസഫ് വാഴക്കൻ വരെയും ഈ സീറ്റിൽ കണ്ണുവെച്ച് നടന്നിരുന്നതാണ്. അവരുടെ പ്രചാരണത്തിൽ നിന്നുള്ള മാറിനിൽപ്പും നൽകുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗം വോട്ട് എങ്ങോട്ട് മറിക്കും എന്നതിലെ വ്യക്തമായ സൂചനയാണ്. അത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ സൂചിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് കോട്ടയത്തെ UDFൽ കാലുവാറിൽ ഉണ്ടാകുമെന്നും അതിൽ കൂടിയ പങ്കും ചാഴിക്കാടൻ പിടിക്കുമെന്നുമാണ്. എന്നാൽ ഞങ്ങളുടെ പ്രാദേശിക ലേഖകർ റിപ്പോർട്ട് ചെയ്യുന്നത് UDFൽ നിന്നും വോട്ടുകൾ BDJS സ്ഥാനാർത്ഥി തുഷാറിനും ലഭിക്കുമെന്നാണ്. UDF സ്ഥാനാർത്ഥിയുടെയും രാഷ്ട്രീയ നിലപാടില്ലായ്മയാണ് കോൺഗ്രസിൽ ഒരു വിഭാഗത്തിനെ ചൊടിപ്പിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പലതവണ മുന്നണി മാറിയ ഫ്രാൻസിസ് ജോർജ് 2009 കോൺഗ്രസ് നേതാവ് PT തോമസിനോട് 1.5 ലക്ഷം വോട്ടിനാണ് തോറ്റത്. അതിനുശേഷം ഇടതുമുന്നണി വിട്ട് അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിൽ ലയിച്ചു. UDF മുന്നണി അധികാരത്തിൽ വരുമെന്നറിഞ്ഞായിരുന്നു അത്രേ ആ കാലുമാറ്റം. പിന്നീട് UDF ഭരണത്തിൽ മുന്തിയ കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം തന്നെ നേടിയെടുത്തു. ഇതിനിടയിൽ നിയമസഭയിൽ മത്സരിച്ചു തോറ്റു. ഇതിനിടയിൽ 2016 ഉമ്മൻചാണ്ടി അഴിമതിയാണെന്നും ദുർഭരണമാണെന്നും ആരോപിച്ച് ഉമ്മൻചാണ്ടിയെയും PJ ജോസഫിനെയും മോൻസ് ജോസഫിനെയും ആക്ഷേപിച്ചുകൊണ്ട് LDFിലേക്ക് പോയ ഇദ്ദേഹം ഇടുക്കിയിൽ വീണ്ടും മത്സരിച്ച് 25,000 വോട്ടിനായിരുന്നു അന്ന് അദ്ദേഹം തോറ്റത്. പിന്നീട് കുറെ നാള് രാഷ്ട്രീയ രംഗത്ത് കണ്ടില്ല എങ്കിലും 2019 BJP മുന്നണിയുമായി ചർച്ച നടത്തിയെന്നും ആരോപണമുണ്ടായിരുന്നു. പിന്നീട് ആ നീക്കം പാളിയെങ്കിലും 2020 സ്വന്തം പാർട്ടി വിട്ട് ജോസഫ് ഗ്രൂപ്പിൽ ലയിച്ചു. 2022 നിയമസഭാ ഇലക്ഷനിൽ മൂവാറ്റുപുഴ സീറ്റിനായി ശ്രമിച്ചു. UDF ജയിക്കുന്ന മണ്ഡലത്തിൽ ഫ്രാൻസിസ് ജോർജ് മത്സരിച്ചാൽ ജയിക്കുമെന്നറിയാവുന്ന മോൻസ് ജോസഫ് ആ സീറ്റ് കോൺഗ്രസിന് നൽകി വീണ്ടും ഫ്രാൻസിസ് ജോർജിനെ ഇടുക്കിയിലേക്ക് അയച്ചു. ഈ ഒരു ദേശത്തിൽ ഫ്രാൻസിസ് അനുകൂലികൾ കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫിനെതിരെ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും മോൻസ് അവിടെ ജയിച്ചു കയറി. ഫ്രാൻസിസ് വീണ്ടും ഇടുക്കിയിൽ 4ാം തവണ തോറ്റു. പിന്നീടാണ് കോട്ടയം മണ്ഡലത്തിലേക്ക് 2024 എത്തിയത്. അതാവട്ടെ മാണിയെ ഒതുക്കി കോട്ടയം പിടിക്കാമെന്ന് കരുതിയ കോൺഗ്രസിന്റെ നെഞ്ചിലേറ്റ മുറിവായിരുന്നു. അച്ചു ഉമ്മൻ മത്സരിക്കണമെന്ന് ആദ്യം വെടിപൊട്ടിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു. നാട്ടകം സുരേഷ് അടക്കമുള്ള നേതാക്കൾ ഇവിടെ മത്സരിക്കാൻ തയ്യാറാകുമായിരുന്നു. ഇത് മനസ്സിലാക്കിയ KPCC പ്രസിഡന്റ് K സുധാകരൻ രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് പറഞ്ഞുവെങ്കിലും ജോസഫ് വിഭാഗം വഴങ്ങിയില്ല. കുഞ്ഞാലിക്കുട്ടി SDPI എന്നിവർ വഴി PJ ജോസഫ് സീറ്റ് വാങ്ങിച്ചെടുത്തു. തുടക്കം മുതൽ കോൺഗ്രസുകാർ പ്രവർത്തന രംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. പിന്നീട് അവർ രംഗത്ത് വന്നുവെങ്കിലും കോട്ടയം തോറ്റാൽ അടുത്ത വട്ടം കോൺഗ്രസിന് മത്സരിക്കാമെന്നാണ് അവരുടെ പദ്ധതി. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, ഇടുക്കി, തിരുവല്ല മുതലായ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച സീറ്റുകളെല്ലാം കോൺഗ്രസ് കാലുവാരിയിരുന്നു. സമാന കാലുവാരൽ രാഷ്ട്രീയമാണ് കോട്ടയത്ത് കോൺഗ്രസ് പരീക്ഷിക്കുക. മുൻപ് UDF മണ്ഡലമായിരുന്ന കോട്ടയം രമേശ് ചെന്നിത്തലയെ നിർത്തി തോൽപ്പിച്ച ചരിത്രം കോട്ടയത്തെ ഉമ്മൻചാണ്ടി വിഭാഗത്തിനുണ്ട്. ഇപ്രാവശ്യം ഇവരെ കൂടാതെ BDJS കൂടിയാകുമ്പോൾ UDFന് വോട്ടുകൾ വീണ്ടും ഇടിയും. BDJSന്റെ ഈഴവ വോട്ടുകൾ LDFന്റെയും UDFന്റെയും വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുണ്ട്. പാലാ, കടുത്തുരുത്തി, പിറവം മേഖലയിൽ BDJS വോട്ടുകൾ കൂടുതലും UDFന് ലഭിക്കുന്നതാണ്. അതുപോലെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ LDFനും. BDJS മൂലം ഇടതിന് 1% വോട്ട് കുറയാൻ സാധ്യതയുള്ളപ്പോൾ UDFന് 5% വോട്ട് നഷ്ടമായേക്കും. ഇതുകൂടാതെ കോൺഗ്രസിൽ നിന്നും 25% മുകളിൽ വോട്ട് LDFന് ക്രോസ് വോട്ടിംഗ് കൂടിയാകുമ്പോൾ UDF 35% ഇടിയാനാണ് സാധ്യത. 22% വോട്ട് നേടി BDJS ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധ്യതയുള്ളപ്പോൾ ഫ്രാൻസിസ് ജോർജ് കടുത്ത പരീക്ഷണമാണ് നേരിടാൻ പോകുന്നത്.